ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സന്ദീപിനോട് കാര്യങ്ങളെല്ലാം സേതുവിനോട് തുറന്നു പറയാൻ നിർബന്ധിക്കുകയാണ് അർച്ചന. അങ്ങനെ ധൈര്യം സംഭരിച്ച് സേതുവിൻ്റെ അടുത്തേക്ക് സന്ദീപ് ചെല്ലുമ്പോൾ സേതു പറയുകയാണ്, നിങ്ങളുടെ രണ്ടിൻ്റെയും വിവാഹം അടുത്തു തന്നെ ഉണ്ടാകണമെന്ന എൻ്റെ ആഗ്രഹം. ഞാൻ ഇനി എത്ര നാൾ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഇത് കേൾക്കുന്ന സന്ദീപ് പറയുകയാണ്, അത് പിന്നെ അച്ഛാ, എനിക്കല്പം സമയം വേണം. നീ സമയമെടുത്തോ, പക്ഷേ അധികം സമയം ചോദിക്കരുത്. അച്ഛൻ മരണത്തെ മുന്നിൽ കണ്ട നിമിഷമായിരുന്നു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. ഇനി അച്ഛൻ എത്ര കാലം ഉണ്ടാകുമെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് എത്രയും വേഗം എൻ്റെ മോൻ തീരുമാനം അറിയിക്കണമെന്ന് സേതു പറയുമ്പോൾ സന്ദീപ് പറയുകയാണ്, അച്ഛൻ തീരുമാനിച്ചാൽ മതി, എല്ലാം അച്ഛൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. അത്രയും പറഞ്ഞ് സന്ദീപ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അവന്തിക. തുടർന്ന് സന്ദീപ് പറയുകയാണ്, ഇല്ലേട്ടത്തി, എന്നെ കൊണ്ടാകില്ല. അച്ഛൻ്റെ ഈ അവസ്ഥയും കൂടി കാണുമ്പോൾ എനിക്ക് അച്ഛനോടൊന്നും പറയാനുള്ള ധൈര്യം കിട്ടുന്നില്ല. പിന്നീട് കാണിക്കുന്നത് നന്ദനെയാണ്. നന്ദൻ അവന്തികയോട് പറയുകയാണ്, നിന്റെ ശേഷക്രിയ എന്താണെങ്കിലും എൻ്റെ കൈകൊണ്ട് തന്നെയാകും, നീ കാത്തിരുന്നു. ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു അതിർത്തി വരച്ചിട്ടുണ്ട്, ആ അതിർത്തി കടന്നാൽ നിങ്ങൾക്കായിരിക്കും ഈ അനുഭവം ഉണ്ടാവുക. ഇത് കേൾക്കുന്ന നന്ദൻ ദേഷ്യത്തോടെ അവന്തികയെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സന്ദീപിന്റെയും അനഘയുടെയും വിവാഹ മുഹൂർത്തം കുറിക്കാനായി ജോത്സ്യൻ വന്നിരിക്കുകയാണ്. അങ്ങനെ അവരുടെ നാളുകൾ തമ്മിൽ നോക്കിയിട്ട് ജോത്സ്യൻ പറയുകയാണ്, ഈ നാളുകൾ തമ്മിൽ ചേരാനേ പാടില്ല. ഇവർ തമ്മിൽ എങ്ങാനും ചേർന്നാലും വേർപിരിയലിന്റെ വക്ക് വരെ എത്തും. ഒരുമിച്ച് ജീവിക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ ഇവർ വിവാഹം കഴിച്ചാലും അത് അവരുടെ സന്താനങ്ങളെ കൂടി ബാധിച്ചെന്ന് വരും. ഒരിക്കലും സന്തോഷകരമായ ഒരു ജീവിതം അവർക്കുണ്ടാകില്ല. ഇത് കേൾക്കുന്ന അനഘയും അവന്തികയും ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോൾ ഇതെല്ലാം കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അർച്ചനയും സന്ദീപും. എന്തെങ്കിലും പരിഹാരം പറയാൻ അവന്തിക പറയുമ്പോൾ ജോത്സ്യൻ പറയുകയാണ്, ഈ വീടിനും വാസ്തുദോഷമുണ്ട്, അത് ഇവരെയും ബാധിച്ചെന്നിരിക്കാം. കൂടാതെ അകാലമൃത്യു ആയിരുന്നല്ലോ സേതുവിന്റെ ഭാര്യയുടേത്, അതിന്റെ ദോഷവും ഇവിടെയുണ്ട്. പിന്നെ നിങ്ങളുടെ മൂത്ത മകൻ നന്ദൻ, അയാൾക്ക് ബലിതർപ്പണം ചെയ്തിട്ട് വേണം വിവാഹം നടത്താനായിട്ട്. അതിന് നന്ദൻ മരിച്ചിട്ടില്ലെന്നും എവിടെയോ ജീവനോടെ ഉണ്ടെന്നും സേതു പറയുമ്പോൾ അവന്തിക പറയുകയാണ്, എന്താണെങ്കിലും തിരുമേനി ഇതിനുള്ള പരിഹാരം പറഞ്ഞ് മുഹൂർത്തം കുറിച്ചു തരണം. അങ്ങനെ കബഡി നിരത്തിയിട്ട് ജോത്സ്യൻ പറയുകയാണ്, 7 ദിവസത്തിനുള്ളിൽ ഇവരുടെ വിവാഹം നടത്തണം. അത് കഴിഞ്ഞാൽ പിന്നെ 4 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ വിവാഹം നടക്കൂ. ഇത് കേൾക്കുന്ന അനഘയ്ക്കും അവന്തികയ്ക്കും സന്തോഷമാവുകയാണ്. എങ്കിൽ പിന്നെ 7 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു മുഹൂർത്തം ജോത്സ്യൻ കുറിച്ചു തരാൻ അവന്തിക പറയുമ്പോൾ, നിങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് എന്നോട് പറഞ്ഞാൽ മതിയെന്നും തീയതിയും മുഹൂർത്തവും ഞാൻ തന്നെ കുറിച്ചു തരാമെന്നും ജോത്സ്യൻ പറയുന്നു. ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് സന്ദീപും അർച്ചനയും. അങ്ങനെ ദേഷ്യത്തോടെ സന്ദീപ് പുറത്തേക്ക് പോകുമ്പോൾ അർച്ചന പറയുകയാണ്, ഈ കബഡിയിലും ജാതകത്തിലുമൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പരസ്പരം ഇഷ്ടപ്പെടുന്നവർ വേണം ഒന്നാകാൻ. അതുകൊണ്ട് നിന്റെയും മാതിരയുടെയും വിവാഹം നടക്കാനായി ഞാനും സച്ചിയേട്ടനും സ്നേഹയും എന്താണെങ്കിലും നിന്റെ ഒപ്പം തന്നെ ഉണ്ടാകും. ഇത് കേൾക്കുന്ന സന്ദീപ് അർച്ചനയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.